എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത്. എന്താണെന്നോ, പൈനാപ്പിൾ ഉണ്ട. നമ്മൾ അവലോസുണ്ടയും അരിയുണ്ടയും ഒക്കെ സാധാരണയായിട്ട് ഉണ്ടാക്കാറുണ്ട്. ഞാൻ അരിയുണ്ടയുടെ റെസിപ്പി ചെയ്ത് നോക്കിയിട്ട് ഞാൻ അത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവലോസ് പൊടി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാക്കി അതിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പൈനാപ്പിൾ ഉണ്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നല്ല ടേസ്റ്റിയാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഗൗതം പറഞ്ഞിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഇടുന്നത്. അതായത് ഗൗതം അറിയാമല്ലോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ നെവ്യൂ ആണ്. എൻ്റെ ചാനൽ തുടങ്ങി തന്നത് ഗൗതമാണ്. അപ്പോൾ ഗൗതം ഇപ്പോൾ റീസെൻ്റ്ലി മാരീഡാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല കറക്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉണ്ടാക്കിയുള്ളൂ, അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ, ശരിയാകുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും ഞാൻ വീഡിയോ എടുത്തു, അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വരൂ നമ്മുടെ വീഡിയോയിലേക്ക്. പൈനാപ്പിളിൻ്റെ പുറത്തെ ആ തൊലിയൊക്കെ ഒന്ന് നല്ലതുപോലെ ചെത്തിക്കളഞ്ഞ് ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ ഇതിൻ്റെ മുകളിലത്തെ ഇത് നമുക്ക് നടാനൊക്കെ നല്ലതാണ്. അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി, രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ പുറത്തെ തൊലി കളയുന്നത്. എനിക്ക് തോന്നുന്നത് ഇതാണ് കുറച്ചും കൂടെ എളുപ്പം എന്ന് തോന്നുന്നു. ആ പൈനാപ്പിൾ മൊത്തത്തിൽ വെച്ചിട്ട് അതിൻ്റെ തൊലി കട്ട് ചെയ്യുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടെ ഈസിയാണ്. കണ്ടോ? ഞാനിതിൻ്റെ നടുക്കുള്ള ആ കട്ടി കൂടിയ ഭാഗവും കൂടി കട്ട് ചെയ്ത് കളയാറുണ്ട്. പിന്നെ ഇതിൻ്റെ പുറത്തെ ആ മുള്ളു പോലത്തെ സാധനമില്ലേ, അതും നല്ലതുപോലെ ചെത്തിക്കളയണം. എന്നിട്ട് കഴുകി കട്ട് ചെയ്ത് എടുത്തേക്കുക. അതിൻ്റെ പുറത്തെ ആ മുള്ളു പോലത്തെ സാധനമൊക്കെ നല്ലതുപോലെ കട്ട് ചെയ്ത് കുറച്ചുകൂടി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലൊരല്പം വെള്ളം, ഇതൊന്ന് വെന്ത് കിട്ടാനാണ്, അല്പം വെള്ളം മാത്രം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ കുക്കറിലൊരു ഹൈ ഫ്ലെയിമിലൊരു വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലുമാണ് ഞാൻ ആക്കിയത്. അപ്പോഴത്തേക്കും നല്ലതുപോലെ വെന്ത് കിട്ടും. ഇതിന് ഞാൻ പൈനാപ്പിളിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. പൈനാപ്പിൾ വേവിച്ചത് ചൂടാറിക്കഴിഞ്ഞപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തു. പൈനാപ്പിൾ നല്ലതുപോലെ അരച്ചെടുത്തതാണ് ഈ എടുത്ത് മാറ്റി വച്ചിരിക്കുന്നത്. നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരിയില്ലേ, അതൊരു 1/3 കപ്പ് എടുത്ത് നല്ലതുപോലെ കഴുകി അതിൽ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നല്ലതുപോലെ ഡ്രൈ ആയി കഴിയുമ്പോൾ ഒരു ചീനച്ചട്ടിയിലിട്ട് ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു സൗണ്ട് കേൾക്കാം. അപ്പോൾ അത് അരിയെല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മളത് ഓഫ് ചെയ്ത് മാറ്റി വെച്ച് തണുത്ത് കഴിഞ്ഞപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തു. ഇനി നമ്മൾ ഇതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ, ഞാനൊരു 3 ഏലക്കായ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിലത്തെ കുരു എടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ കൂട്ടി ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചു വയ്ക്കണം. ഇനി ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുത്തത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യണം. ഇതിനകത്ത് എന്തെങ്കിലും ജലാംശം വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനിയും ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പഞ്ചസാരയാണ്. വേണമെങ്കിൽ ശർക്കരയും ആവാം. ശർക്കര ഞാൻ എടുക്കാഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഉരുക്കി അത് അരിച്ചൊക്കെ എടുക്കണം.
അതുകൊണ്ട് ഞാൻ പഞ്ചസാര തന്നെ ചേർക്കുന്നത്. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ മധുരത്തിന് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. ഞാൻ 1/3 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് ഒരു നുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന പൈനാപ്പിൾ ഉണ്ടല്ലോ, അതാണല്ലോ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ആ പൈനാപ്പിൾ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ആ മധുരമെല്ലാം ഈ പൈനാപ്പിളിലും തേങ്ങയിലും ഒക്കെ പിടിച്ച് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആവുകയും ഡ്രൈ ആവുകയും വേണം. 1 ടീസ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഇതിലധികം ഒന്ന് ഈ പാത്രത്തിലധികം അങ്ങ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്തത്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി അതിനകത്തുള്ള ജലാംശം മുഴുവൻ പോകണം. നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വരണം. ഇത് ശരിക്കും ഒരു നൂൽ പാകമാക്കി എടുക്കണം. അതായത് നമ്മൾ കുറച്ചിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇത് കയ്യിലൊന്ന് തൊട്ടിട്ട്, ചൂടായിരിക്കും ശ്രദ്ധിക്കണം, കയ്യിലൊന്ന് തൊട്ടിട്ട് 1-2 വിരൽ വെച്ചിട്ടൊന്ന് ഇതാക്കി നോക്കണം. അപ്പോൾ ഒരു ഒട്ടിപ്പിടിച്ചിട്ട് ഒരു സ്ട്രിങ് പോലെ ഇടയ്ക്ക് വരുവാണെങ്കിൽ അതാണ് കറക്റ്റ് പരുവം. അപ്പോൾ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എന്ന് പറയും. അപ്പോൾ അത്രയായി കഴിഞ്ഞത്. ഇതിപ്പോൾ ഏതാണ്ടായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് അങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കറക്റ്റായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അരി വറുത്ത് പൊടിച്ച് വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കണം. ഒരുപാട് ഇനിയും ചൂടൊന്നും വേണ്ട. ഇനി ഇത് തണുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാനാണ്. അപ്പോൾ ഈ സമയത്ത് ഉരുട്ടാൻ പറ്റില്ല. ഇതിന് ലാസ്റ്റ് നമ്മൾ ചേർത്തു, നമ്മളിവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഏലക്കായ, അത് ഇതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്താണ് പൊടിച്ചു വെച്ചത് പൊടിക്കാനുള്ള എളുപ്പത്തിന്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഇതിന് മുന്നേ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിവിടെ നിന്നൊന്ന് തണുത്താൽ മതി. എന്നിട്ട് ഒരുപാട് തണുക്കരുത്, ചൂടോടുകൂടി തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഞാൻ ആ പൊടിയിലേക്ക് കൈയൊന്ന് പതുക്കെ ഒന്ന് മുക്കിയിട്ടാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത്. കണ്ടോ, നല്ല ചൂടുണ്ട്. എന്നിട്ട് ഉരുട്ടിയെടുത്തിട്ട് ആ അരി വറുത്ത് പൊടിച്ചതില്ല, അതിലൊന്ന് റോൾ ചെയ്ത് എടുത്ത് മാറ്റി വെക്കാം. അങ്ങനെ ഉരുട്ടാൻ പാകത്തിനുള്ള ആ ചൂടോട് കൂടി തന്നെ നമ്മൾ മുഴുവനും ഉരുട്ടി റെഡിയാക്കി വെച്ചു. ഇവിടെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉണ്ടാക്കിയുള്ളൂ. ഒരു 6-7 എണ്ണമേ കിട്ടിയിട്ടുള്ളൂ. പൈനാപ്പിൾ ഞാൻ ഇത്ര മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. കാരണം ഇത് ശരിയാവുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലൊന്നും ഉണ്ടാക്കുന്നതും കണ്ടിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ നല്ലതായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാം. കണ്ടോ, ഭയങ്കര സോഫ്റ്റാണ്. ഒട്ടും തന്നെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന തോന്നുന്നു. ഇതിനകത്ത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഞാനിത് ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാണ് ഞാൻ യൂസ് ചെയ്തത്. കൊള്ളാം, നല്ല സൂപ്പർ സാധനം. പൈനാപ്പിളിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അടുത്ത വീഡിയോയിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.